കേരളത്തിലെ ചെറുപ്പക്കാർ ജോലിക്കും പഠനത്തിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കേരളത്തിലെ ആളുകൾ പുറത്തേക്ക് പോകാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഒരു ഹൈ സ്റ്റാറ്റസ് ജോബിലേക്ക് എക്വിപ്പ് ചെയ്യുന്നില്ല. ഇവിടെ ജോലി സാധ്യതകൾ കുറവാണ്. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ പുറം രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കൂടുതൽ ജോലി സാധ്യതയുണ്ട്, ഉയർന്ന ശമ്പളമുണ്ട്, പ്രൊഫഷണൽ വളർച്ച അവിടെ കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എത്രയോ ആളുകൾ ജോലി ഇല്ലാണ്ട് നിൽക്കുമ്പോഴും എബ്രോഡ് പഠിച്ചിട്ട് വരുന്ന ഒരാൾക്ക് ഇവിടെ കൂടുതൽ ജോലി സാധ്യതയല്ല സ്വീകാര്യത കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മുടെ കേരളത്തിലെ യുവാക്കൾ പഠനത്തിനും ജോലിക്കും ഒക്കെ ആയിട്ട് പുറത്തോട്ട് പോയിട്ട് അവരവിടെ ചെന്നിട്ട് വളരെയധികം ഏൺ ചെയ്യുന്നുണ്ട്. അവർ ഈ ഏൺ ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന് അവരുടെ ഒരു ഷെയർ നമ്മുടെ കേരളത്തിലെ അവരുടെ ഫാമിലീസിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ കേരളത്തിലെ ഫാമിലീസ് കൂടുതൽ വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ എക്കോണമി വളരാൻ തന്നെ അത് സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ പുറത്തോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് പുറത്തോട്ട് പോകുമ്പം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവേണ്ട ഡെവലപ്മെൻ്റ് ആണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്ട്ലി അത് ഉണ്ടാകുന്ന എന്താണ് ബ്രെയിൻ ഡ്രെയിൻ തന്നെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രൊഫഷണലിസം, ടെക്നിക്കൽ സൈഡ്, കൾച്ചർ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ തിരിച്ചിവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്നൊരു വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും അവിടെ ഒരു ബ്രെയിൻ ഗെയിൻ തന്നെ നടക്കുന്നുണ്ട്. ഇത്തരം സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുമുണ്ടോ? എങ്കിൽ കേരളത്തിലെ മുതിർന്ന IAS ഓഫീസറായ ഡോക്ടർ രാജു നാരായണ സ്വാമി IASമായി സംവദിക്കാൻ ഇതാ ഒരവസരം. നിറവ് 2K25 ദേവമാതയിലെ വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ അദ്ദേഹം എത്തുന്നു. സമകാലിക കേരളത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ ഇതെല്ലാം ചോദ്യരൂപേണ താഴെ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഞങ്ങൾക്ക് അയയ്ക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.